നമ്മൾ പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ്റെ ബാക്കി ഫീച്ചറിൽ തന്നെയുള്ള ബാക്കിയാണ് പറയാൻ പോകുന്നത്. അതായത് ദിസ് പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ മേക്സ് all the products available in the market as close substitutes. So the substitutes availability will be very high because each and every products are close substitutes. സോപ്പ് ഇൻഡസ്ട്രിയുടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഒരു സോപ്പ് മറ്റൊരു സോപ്പുമായിട്ട് ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണ്. ഇതല്ലെങ്കിൽ മറ്റേത് ഉപയോഗിക്കാം. ഒന്നിൻ്റെ വില കൂടുമ്പോൾ മറ്റേതിൻ്റെ ഡിമാൻഡായിരിക്കും കൂടുക. ഇപ്പം ലക്സ് എന്നുള്ള സോപ്പിൻ്റെ വില കൂട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ ഹമാമ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും പ്രോഡക്റ്റിലേക്ക് സ്വിച്ച് ഓവർ ചെയ്യും. കാരണം സാധനം ഒന്ന് തന്നെയാണ്, ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. അത് കസ്റ്റമേഴ്സിന് അറിയാം, അതുകൊണ്ട് അവർ പെട്ടെന്ന് സ്വിച്ച് ഓവർ ചെയ്യും. സോ ഓൾ ദ പ്രോഡക്ട്സ് അവൈലബിൾ ആർ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. അഗെയിൻ ദിസ് പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ മേക്സ് ബ്രാൻഡ് സ്റ്റിക്കിനെസ്. നമ്മൾ നേരത്തെ ഒളിഗോപ്പൊളിയിൽ പറഞ്ഞ അതേ സാധനം, അതായത് ബ്രാൻഡ് ഉറപ്പിക്കാൻ ഒക്കെയുള്ള ഒരു കോമ്പറ്റീഷൻ ഇവിടെ ഉണ്ടാവും. അത് പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ ഉള്ളതുകൊണ്ടാണ്. അതായത് ഞാൻ ലക്സ് മാത്രമേ ഉപയോഗിക്കൂ, അല്ലെങ്കിൽ ഞാൻ പിയേഴ്സ് മാത്രമേ ഉപയോഗിക്കൂ, അല്ലെങ്കിൽ എനിക്ക് ഹമാമ മാത്രമേ ശരിയാവൂ, ബാക്കി ഏതും അലർജിയാണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്റ്റിക്കിനെസ് ആ ബ്രാൻഡ് തന്നെ വേണം എന്നുള്ള ഒരു സ്റ്റിക്കിനെസ്, അതിനാണ് മൊണോപ്പൊളി. അവിടെയാണ് മൊണോപ്പൊളി പവർ ഇവർക്ക് വരുന്നത്. ഈ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്നുള്ളതിൽ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉള്ളതുകൊണ്ട് ദേ ആർ ഫേസിങ് ടൈറ്റ് കോമ്പറ്റീഷൻ, ഹൈ ലെവൽ ഓഫ് കോമ്പറ്റീഷൻ, ബട്ട് അറ്റ് ദ സെയിം ടൈം they are enjoying a type of monopoly because for their brand a fixed number of customers are there, so there is existence of some sort of monopoly. So the feature of monopoly and also competition is existed, so it is called monopolistic competition. Then this is second feature, and third feature is that freedom of entry of new firms. Freedom of entry is there. Anybody wishing to start a business, that is enter into the market, can enter freely. So that's why under monopolistic competition many number of firms exist, and anybody who is facing loss can also stop the business, that is exit from the market also. So and also very similar products are produced, so there will not be any large effect upon the market while any new one enters into the market and anyone exit. അപ്പോൾ നമ്മൾ സോപ്പ് ഇൻഡസ്ട്രിയിൽ തന്നെ എല്ലാ സോപ്പിനെ പറ്റിയും നമുക്ക് പരിചയമില്ല. ആരെങ്കിലും പുതിയതായിട്ട് തുടങ്ങിയാൽ നമ്മൾ അറിയാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ആരെങ്കിലും നിർത്തിയാലും കാര്യമായിട്ട് അറിയാൻ പോകുന്നില്ല. സോ ദർ ഇസ് എ ബാലൻസ്, ദർ ഇസ് മെനി നമ്പർ ഓഫ് ഫേംസ് എക്സിസ്റ്റഡ്. Then because of this product differentiation, another feature, that is existence of high cost of advertisement. Competitive advertisement is existed. The advertisement cost of monopolistically competitive market is very high because for this fixation of brand stickiness in the mind of the customers, they will use advertisement cost. നമ്മൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് ടി വിയിൽ, പ്രോഗ്രാമിൻ്റെ ഇടയിൽ, പേപ്പറിലും എല്ലാം ഈ സൂപ്പിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് നല്ലോണം ഉണ്ട്. അത് ആ അഡ്വർടൈസ്മെൻറ്റിലൂടെയാണ് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഇറങ്ങിയിട്ടുണ്ട്, അതൊന്ന് യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ അവരതിലെ വിലയെക്കുറിച്ച് പറയും, അതിൻ്റെ നേച്ചറിനെ പറ്റി പറയും, അതിൻ്റെ ക്വാളിറ്റി പറയും. അതെല്ലാം കണ്ടുകൊണ്ട് കസ്റ്റമേഴ്സ് ഒരു മറ്റേ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇതിലേക്ക് സ്വിച്ച് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അഡ്വർടൈസ്മെൻറ്റ് കോസ്റ്റ് കൂടുതൽ അവിടെ വരുന്നത്. ദെൻ അനദർ ഈസ് മോർ ഇലാസ്റ്റിക് ഡിമാൻഡ്. അതായത് മൊണോപ്പൊളിയിൽ ലെസ് ഇലാസ്റ്റിക്, ടു ഇൻഇലാസ്റ്റിക് ഡിമാൻഡാണുള്ളത്. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ വരും മോർ ഇലാസ്റ്റിക് ഡിമാൻഡ്. ദാറ്റ് ഈസ് ദിസ് ഇസ് ദ ഡിമാൻഡ് കർവ് അണ്ടർ monopolistic competition.
അതിൻ്റെ സ്ലോപ്പാണ് MR കർവ്. Quantity is measured on the x-axis and price is measured on the y-axis. So more elastic, flatter ആയിട്ടുള്ള ഒരു ഡിമാൻഡ് കർവാണ് ഈ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ഉണ്ടാവുന്നത്. നെഗറ്റീവ്ലി സ്ലോപ്ഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. ദിസ് ഇസ് ഡിമാൻഡ് കർവ് ഇസ് ഓൾസോ ദ AR കർവ് ആൻഡ് MR കർവ് ഇസ് ദ സ്ലോപ്പ് ഓഫ് AR കർവ്. ഈ ഇവിടെ ഇക്വിലിബ്രിയത്തിലും ഈ ഒരു ഷോർട്ട് റണ്ണിൽ ഈ മാർക്കറ്റാണ്, ഈ ഡിമാൻഡ് കർവാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. This is the demand curve under monopolistic competition market. അത് കണ്ടോ, ഫ്ലാറ്റർ ആണ്. ഇതാണ് പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൻ്റെ ഡിമാൻഡ് കർവ്. ഇതാണ് ഈ ഷേപ്പ് വരും മോണോപ്പൊളിയുടെ ഡിമാൻഡ് കർവ്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നതാണ് മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ്റെ ഡിമാൻഡ് കർവ്. ഫ്ലാറ്റർ ആണ്, മോർ ഇലാസ്റ്റിക് ആണ്. ഇലാസ്റ്റിസിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ 1 എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാം, ചെറിയ മാറ്റം മതി, പ്രൈസിൽ ചെറിയ വേരിയേഷൻ മതി ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഹ്യൂജ് ചേഞ്ച് വരുത്തും. അത് ഒരു കമ്പനി മറ്റുള്ള കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈസ് കുറച്ച് കഴിഞ്ഞാൽ കൂടുതൽ വിചാരിച്ചത് എത്രയാണോ അതിൽ കൂടുതൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻക്രീസ് ആവും. അതാണ് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ്റെ മാർക്കറ്റ് എന്താ പ്രത്യേകത. അപ്പോൾ നമുക്ക് ഷോർട്ട് റൺ ഇക്വിലിബ്രിയം എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഷോർട്ട് റൺ ഇക്വിലിബ്രിയം അണ്ടർ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ. നേരത്തെ നമ്മൾ മറ്റ് 2 മാർക്കറ്റിലും 3 മാർക്കറ്റിലും നോക്കി അതേ ഇക്വിലിബ്രിയം കണ്ടീഷൻ തന്നെയാണ്. The equilibrium is reached and the price and output is determined at the point where MC is equivalent to MR and MC curve cuts MR from below. MR from below. These are the 2 conditions here also, and depending upon the AC curve the profit differs. So this is the SMC curve. So MC-MR intersection is reached here at point E. Then we will draw a perpendicular towards demand curve, and from that demand curve we have to draw a perpendicular towards y-axis. So we will get a price. So OQ is the quantity and OP is the price. Next, there are 3 conditions, there are 3 situations under monopolistic competition that they accrue supernormal profits, they face losses and they acquire only normal profit. ഈ 3 കണ്ടീഷൻ ഇതിൽ വരാം. ഡിപ്പെൻഡിങ് അപ്പോൺ ദ AC, ഓരോ ഫേമിൻ്റെയും ACക്ക് അനുസരിച്ച്, ആവറേജ് കോസ്റ്റിനനുസരിച്ച് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്ന ഇത് ഉണ്ടാവാം, നോർമൽ പ്രോഫിറ്റ് മാത്രമേ ഉള്ളൂ എന്നുള്ള സിറ്റുവേഷൻ ഉണ്ടാവാം, ലോസസ് ഫേസ് ചെയ്യുന്ന സിറ്റുവേഷനും ഉണ്ടാവാം. അപ്പം നിങ്ങൾക്കറിയാം എങ്ങനെയാണ് അത് ഉണ്ടാവുന്നതെന്ന്. എന്നാലും ഒന്നുകൂടി നമുക്ക് നോക്കാം. ഇഫ് AC passes at a lower level from the AR curve, അതായത് ഇവിടുത്തെ സിറ്റുവേഷൻ ഇതാണ്. ഇവരുടെ കോസ്റ്റ് SAC, ആവറേജ് കോസ്റ്റ്, ഒരു പ്രോഡക്റ്റ് 1 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കോസ്റ്റ് OC ആണ്. അല്ല 10 രൂപയാണ് ചിലവായത്. അപ്പോൾ അവർക്ക് 15 രൂപയ്ക്ക് വിൽക്കാൻ പറ്റി. കാരണം MC-MR ഇൻ്റർസെക്ഷൻ വെച്ച് ഉള്ള പ്രൈസ് ഡിറ്റർമിൻ ചെയ്ത പ്രൈസ് OP ആണ്. ഇത് 15 രൂപയാണ്. അവർക്ക് ആകെ ചിലവായത് 10 രൂപയുള്ളൂ. സോ ദിസ് റെക്ടാങ്കിൾ ഈസ് റെപ്രസെൻറ്റിംഗ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. ഇവിടെ നോക്കാം. ദിസ് ഈസ് ദ MR കർവ്.
this is the AR curve. MCMR intersection is made at this point E. And from this point we will draw a perpendicular to the demand curve. So we will get OP price. ഇത് മുഴുവനും പഴയ അതേപോലെ തന്നെയാണ്. ഇനി എ സി നോക്കുക. ഈ ഫേമിൻ്റെ എ സി എടുത്ത് നോക്കുക. ഇതാണ് എ സി കർവ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എ ആറിൽ നിന്ന് എ സിയിലേക്ക് ഒരു ഇത് വരയ്ക്കുമ്പോഴാണ് നമുക്ക് എത്ര പ്രോഫിറ്റ് ഉണ്ടെന്ന് കിട്ടുക. അപ്പോൾ നമുക്ക് വരയ്ക്കാൻ പറ്റുന്നില്ല. ഇറ്റ് ഇസ് ടാൻജന്റ്, ജോയിൻ്റ് ആയിട്ട് പോവാണ്. ഇറ്റ് ഇസ് എ സി ആൻഡ് എ ആർ ആർ ഈക്വൽ. ടാൻജന്റ് ആയാൽ അർത്ഥം ആ രണ്ട് പോയിന്റ് ഈക്വൽ ആണെന്നാണ്. ആ രണ്ട് ഡയഗ്രാം റെപ്രസെന്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഈക്വൽ ആണെന്നാണ്. അപ്പോൾ എ സി ഈസ് ഈക്വലൻ ടു എ ആർ. സോ 15 രൂപയാണ് ആൾക്ക് ഉണ്ടായ കോസ്റ്റ്. ഇത് നേരത്തെ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്ത ആളുടെ കേസ് അല്ല ഇത്. വേറൊരു ഫേമിന് ഇങ്ങനെ ആണെങ്കിൽ പ്രൈസ് ഇതാണ്. അപ്പോൾ 15 രൂപയൊക്കെയാണ് വിൽക്കാൻ പറ്റുന്നത്. കിട്ടിയത് 15 രൂപയാണ്. 15 രൂപ തന്നെ കോസ്റ്റും സംഭവിക്കുന്നു. സോ ഓൺലി നോർമൽ പ്രോഫിറ്റ് ഇസ് ഏൺ. നോർമൽ പ്രോഫിറ്റ് മാത്രമേ ഏൺ ചെയ്യുന്നു. ഇനി അടുത്തത് വേറൊരു ഫേം. ഡി is the demand curve, MR is the marginal revenue curve, MC is the marginal cost curve. So ഈ കണ്ടീഷൻ പ്രകാരം MC is equivalent to MR, MC cuts MR from below. ഇത് രണ്ടും സാറ്റിസ്ഫൈഡ് ആവുന്ന പോയിന്റ് ഇ ആണ്. MC MR ഇന്റർസെക്ഷൻ വരുന്നു. അവിടുന്ന് ഡിമാൻഡ് കർവിലേക്കൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. എത്രയാണ് പ്രൈസ് എന്നറിയാം, ആവറേജ് റവന്യൂ എത്രയാണെന്ന് അറിയാം. അത് ഒ പി പ്രൈസ് കിട്ടുന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എത്രയാണ് ഇയാളുടെ കോസ്റ്റ്, എത്ര കിട്ടി, പ്രോഫിറ്റ് എത്ര. അപ്പോൾ നമുക്ക് വരയ്ക്കേണ്ടത് ഇപ്പോൾ ഇവിടുന്ന് എ സി കർവ് ഇതാണ്, SAC ആണ്. ഇവിടെ നിന്ന് വരയ്ക്കുന്നു എ സി കർവിലേക്ക്. അപ്പോൾ അയാളുടെ എ സി 15 രൂപയിൽ നിന്നും കൂടുതലാണ്. ഒരു 17 രൂപ അയാൾക്ക് കോസ്റ്റ് ആയിട്ടുണ്ട്. പക്ഷേ 15 രൂപയെ കിട്ടിയുള്ളൂ. സോ ദിസ് റെക്ടാങ്കിൾ റെപ്രസെന്റ്സ് ലോസസ്. ലോസ് ആണ്, ഈ ഫേമിന് ലോസ് ആണ് സംഭവിച്ചിരിക്കുന്നത്. ഇനി ലോങ് റണ്ണിന്റെ അടുത്ത ക്ലാസ്സിൽ പറയാം. ഇതിന്ന് നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് തരാൻ പോവാണ്. അസൈൻമെന്റ് എന്ന് വെച്ചാൽ ഒരു കുഞ്ഞി വർക്ക്. അതായത് ഇപ്പം നമ്മൾ 4 ഡയഗ്രാം വരച്ചു. ആ 4, അതായത് ആദ്യം ഈ മോർ ഇലാസ്റ്റിക് ഡിമാൻഡ് കർവും MR കർവും മാത്രം, പിന്നെ ഷോർട്ട് റണ്ണിലെ സൂപ്പർ നോർമൽ പ്രോഫിറ്റിൻ്റെ ഡയഗ്രാം, പിന്നെ ലോസസിൻ്റെ ഡയഗ്രാം, പിന്നെ നോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്ന ഡയഗ്രാം. ഈ 4 ഡയഗ്രാം വരച്ചിട്ട് എൻ്റെ പേഴ്സണൽ നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യണം. താങ്ക് യു.